ആഗോള അന്തരീക്ഷത്തിൽ സംഘർഷങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ ലോകം ഭയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നൈജീരിയയിൽ സന്ധ്യാ നമസ്കാരത്തിനിടെ മുസ്ലിം പള്ളിയിൽ നടന്ന സ്ഫോടനത്തിന്റെ വാർത്ത രാജ്യങ്ങൾക്കിടയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. നൈജീരിയയുടെ വടക്കുകിഴക്കൻ നഗരമായ മൈഡുഗുരിയിലെ മുസ്ലിം പള്ളിയിൽ നടന്ന സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്. മൈഡുഗുരിയിലെ ഗാംബോറു മാർക്കറ്റിന് സമീപമുള്ള മുസ്ലിം പള്ളിയിലാണ് ബുധനാഴ്ച വൈകുന്നേരം സ്ഫോടനം നടന്നത്. സന്ധ്യാ നിസ്കാരത്തിനായി വിശ്വാസികൾ മസ്ജിദിലെത്തിയ സമയത്തായിരുന്നു സംഭവം. പള്ളിയുടെ ഉള്ളിൽ വെച്ചിരുന്ന ബോംബാണ് പ്രാർത്ഥനയ്ക്കിടയിൽ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ചാവേറാക്രമണമാണ് നടന്നതെന്നും സംശയിക്കുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പരിശോധനകൾ നടത്തിവരികയാണ്. ബോർണോയുടെ തലസ്ഥാനമായ മൈഡുഗുരി ദീർഘകാലമായി കലാപ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി നഗരത്തിൽ വലിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അവസാനമായി 2021 ആക്രമണം നടന്നത്. 2009 മുതൽ തുടരുന്ന ഈ കലാപത്തിൽ ഇതുവരെ കുറഞ്ഞത് 40,000 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 20 ലക്ഷം പേർ വീട് വിട്ട് കുടിയൊഴിക്കുകയും ചെയ്തതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. കലാപത്തിന്റെ വ്യാപ്തി നൈജർ, ചാഡ്, കാമറൂൺ എന്നീ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. കുറച്ചു വർഷങ്ങളായി ഏറെക്കുറെ സമാധാനപൂർണ്ണമാണെങ്കിലും ഇവിടെ നിന്ന് സൈന്യം പിൻവാങ്ങിയിരുന്നില്ല. ദിവസേന സൈനിക വാഹനങ്ങൾ ഉൾപ്പെടെ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അതേസമയം നൈജീരിയ ഇപ്പോൾ കൂട്ട തട്ടിക്കൊണ്ടുപോകലുകളുടെ ഒരു പരമ്പര നേരിടുകയാണ്. എന്നാൽ ഫ്രാൻസും ജർമ്മനിയും ചേർന്നാൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ ആ രാജ്യം മറ്റ് നിരവധി സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ സങ്കീർണതയെ അവഗണിക്കുന്ന തരത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം, അരക്ഷിതാവസ്ഥയെ മാത്രം കെട്ടിച്ചമയ്ക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും അടുത്തിടെ നടത്തിയ ശ്രമങ്ങൾ പ്രധാനമായും മുസ്ലിം വടക്കൻ, പ്രധാനമായും ക്രിസ്ത്യൻ തെക്കൻ, മധ്യത്തിൽ പരസ്പരം കൂടിച്ചേരുന്ന എന്നിങ്ങനെ ഏകദേശം വിഭജിക്കപ്പെട്ടിരിക്കുന്ന നൈജീരിയയിൽ 250-ലധികം വംശീയ വിഭാഗങ്ങളുണ്ട്. എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നു. വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ക്രിമിനൽ സംഘങ്ങൾ സജീവമാണ്. വടക്കു കിഴക്കൻ മേഖലയിൽ ഇസ്ലാമിക കലാപം, മധ്യമേഖലകളിൽ ഭൂമിയെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടൽ, തെക്കുകിഴക്കൻ മേഖലയിൽ വിഘടനവാദ അശാന്തി എന്നിവയിൽ 4 ലക്ഷം പേരടങ്ങുന്ന സൈന്യവും 3,70,000 പേരടങ്ങുന്ന പോലീസ് സേനയും കടുത്ത സമ്മർദ്ദത്തിലാണ്. പ്രാദേശികമായി കൊള്ളക്കാർ എന്നറിയപ്പെടുന്ന ഈ ക്രിമിനൽ സംഘങ്ങളിൽ ഭൂരിഭാഗവും ഫുലാനി വംശീയ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പരമ്പരാഗതമായി മൃഗങ്ങളെ വളർത്തി ഉപജീവനം നയിക്കുന്നവരാണ് ഇവർ. 2011 നാറ്റോ പിന്തുണയുള്ള സൈന്യം ദീർഘകാല ഭരണാധികാരിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫിയെ അട്ടിമറിച്ചതിനെ തുടർന്ന് ലിബിയ അരാജകത്വത്തിലേക്ക് നീങ്ങിയതിനു ശേഷം നൈജീരിയയും മേഖലയിലെ മറ്റ് സംസ്ഥാനങ്ങളെയും അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവർ തങ്ങളുടെ പാസ്റ്ററൽ ഉപകരണങ്ങൾക്ക് പകരം ആക്രമണ റൈഫിളുകൾ ഉപയോഗിച്ചു. ഏതെങ്കിലും മതപരമോ രാഷ്ട്രീയപരമോ ആയ പ്രത്യയശാസ്ത്രത്താൽ പ്രചോദിതരായ സംഘങ്ങളല്ല ഇവയെന്ന് അറിയില്ല. എന്നാൽ വെള്ളവും മേച്ചിൽപ്പുറവും തേടി കന്നുകാലികളുമായി മൈലുകൾ നടക്കുന്നതിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് മോചനദ്രവ്യത്തിനായി ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ അവർ കാണുന്നത്. സാധാരണയായി അവർ മോട്ടോർ സൈക്കിളുകളിൽ വൻതോതിൽ സഞ്ചരിക്കുന്നതിനാൽ അവയ്ക്ക് ഉയർന്ന ചലനശേഷി ലഭിക്കുകയും സുരക്ഷാ സേനയ്ക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുൻപ് വേഗത്തിൽ ആക്രമണം നടത്താനും രക്ഷപ്പെടാനും അവയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അടുത്തിടെ നടന്ന 2 സ്കൂൾ തട്ടിക്കൊണ്ടുപോകലുകളിൽ ഉപയോഗിച്ച തന്ത്രമാണിത്. കേന്ദ്രീകൃതമായി സംഘടിത നേതൃത്വമില്ല. ഓരോ സംഘവും പലപ്പോഴും ഒരു കുടുംബത്തിൽ നിന്നോ ഒരു പ്രത്യേക സമൂഹത്തിൽ നിന്നോ വരുന്നവരാണ്. സ്വന്തം നേതാവിനോട് വിശ്വസ്തത പുലർത്തുന്നു. അഡ്വാലേരു, ബെല്ലോ തുർജി എന്നിവരുൾപ്പെടെ ചില പ്രമുഖ നേതാക്കൾക്ക് പോലീസ് പാരിതോഷികം നൽകിയിട്ടുണ്ട്. 2022 സർക്കാർ കൊള്ളക്കാരുടെ അക്രമം തടയുന്നതിനായി അവരെ ഭീകരരായി പ്രഖ്യാപിച്ചു. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനമായ സാംഫാരയിലെ യാങ്കൂസോ പട്ടണത്തിൽ നിന്നുള്ള ആളാണ് അലേരു. കഴിഞ്ഞ 3 വർഷമായി കൊള്ളക്കാരുടെ കേന്ദ്രമാണിത്. പരസ്പരം പോരടിക്കുന്ന ഈ സംഘങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്കും മധ്യപ്രദേശങ്ങളിലേക്കും പോയി തട്ടിക്കൊണ്ടുപോകലുകൾ നടത്തുന്നു. അവർ സ്വന്തം പ്രദേശത്തെ ജനങ്ങളെയും ഇരയാക്കുകയും വിവേചനരഹിതമായി മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ചില പ്രദേശങ്ങളിൽ അവർ താമസക്കാരിൽ നിന്ന് നികുതി ചുമത്തുകയും ചെയ്യുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.